നമസ്കാരം. കേരളത്തിലെ കാലവർഷത്തെ അനുസ്മരിപ്പിച്ച് റാസൽ ഖൈമയിൽ ഇടിയോടുകൂടി ശക്തമായ കാറ്റും മഴയുമുണ്ട്. ഇന്നലെ രാവിലെ 6-ന് തുടങ്ങിയ മഴ വിവിധ പ്രദേശങ്ങളിലായി മണിക്കൂറുകളോളം തുടർന്നു. റാസൽ ഖൈമയിലെ ജസീറ, അൽ ഹംറ, ദിൽദാഗ, ഹംറാനിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ഉമ്മൽ ഖുവൈനിൽ നിന്ന് എത്തുമ്പോഴേക്കും ശക്തി പ്രാപിക്കുകയായിരുന്നു. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിലും നേരിയ മഴ പെയ്തിരുന്നു. ഇതോടുകൂടി രാജ്യത്ത് തണുപ്പ് കൂടിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് മക്ക, മദീന മേഖലകളിൽ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വിവിധ തീവ്രതയിലുള്ള മഴയാണ് സൗദിയിൽ പെയ്തത്. നിരവധി വാഹനങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയത്. മദീനയിലും സമാനമായ രീതിയിൽ കനത്ത മഴയാണുണ്ടായത്. മലയാളിയെ മാത്രമല്ല, മറുനാടൻ മലയാളിയെ കൂടി മഴ കുഴയ്ക്കുകയാണ്. പ്രദേശത്ത് മനുഷ്യച്ചങ്ങല തീർത്താണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഇതിനിടെ മക്കയിൽ ഒരു ഡെലിവറി ബോയ് ബൈക്കിൽ നിന്ന് വെള്ളക്കെട്ടിലേക്ക് തെറിച്ചു വീഴുന്നത് ഉൾപ്പെടെയുള്ള നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വെള്ളത്തിലൂടെ വലിയ മരങ്ങളും മറ്റും ഒലിച്ചു പോകുന്നതും കാണാമായിരുന്നു. മക്ക, മദീന തുറമുഖ നഗരങ്ങളായ ജിദ്ദ എന്നിവിടങ്ങളിൽ സൗദി അറേബ്യയിലെ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് നേരത്തെ ദേശീയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. 2024 ഏപ്രിലിൽ ഗൾഫ് രാജ്യങ്ങളിൽ പെയ്ത റെക്കോർഡ് മഴയ്ക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജിദ്ദയിലും ശക്തമായ മഴ പെയ്തത്. ഏപ്രിലിൽ യുഎഇയിൽ പെയ്ത കനത്ത മഴയിൽ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിരുന്നു. 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് 24 മണിക്കൂറിൽ രാജ്യത്ത് അന്ന് പെയ്തത്. അബുദാബി അൽ ഐൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് 254.8 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. അതിശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കിയിരുന്നു. 7 എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങി. കോടികളുടെ നാശനഷ്ടമാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പലതും നഷ്ടമായിരുന്നു. ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഒറ്റപ്പെട്ടു പോയത്. മോശം കാലാവസ്ഥ വിമാന സർവീസുകളെയും ബാധിച്ചിരുന്നു. റൺവേകളിൽ വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ഒക്കെ ചെയ്തു. യുഎഇയിലെമ്പാടും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതോടെ ഏതാണ്ട് 50 വിമാന സർവീസുകൾക്കാണ് തടസ്സം നേരിട്ടത്. യുഎഇയിൽ വർഷത്തിൽ ശരാശരി 100 മില്ലിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കാറുള്ളത്. ദുരന്ത നിവാരണ സേനയും അതത് എമിറേറ്റിലെ നഗരസഭകളുടെയും കഠിന പരിശ്രമത്തിലാണ് പല സ്ഥലങ്ങളിലെയും വെള്ളക്കെട്ട് നീക്കം ചെയ്തത്. വിവിധ ആഘോഷ പരിപാടികളും ഒക്കെ റദ്ദാക്കപ്പെട്ടിരുന്നു. കനത്ത മഴയിൽ വിമാന, ബസ്, ജലഗതാഗത സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു. ശക്തമായി പെയ്ത മഴ ഗൾഫ് മേഖലയെ സാരമായി ബാധിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 1 വർഷത്തെ മഴയാണ് രേഖപ്പെടുത്തിയത്. ഒമാനെയും യുഎഇയും പ്രത്യേകിച്ച് ബാധിച്ചുവെന്ന് തന്നെ പറയണം. ഒമാനിൽ അന്ന് 20 പേർ മരണമടഞ്ഞിരുന്നു കനത്ത മഴയിൽ. യമൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയവ കനത്ത മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിലായി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.